കുറച്ച് നാൾ മുന്നെയാണ് നമ്മൾ കിച്ചണോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു വർക്ക് ഏരിയ പണിതിട്ടുണ്ടായിരുന്നത്. ഇത് ഗൾഫിലാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ പൊതുവെ ഞാൻ സ്ഥലം പറയാറില്ല. അപ്പം ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ആവാറുണ്ട്. അപ്പോൾ മാക്സിമം പറ്റുന്ന പോലെ കോസ്റ്റ് കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റും ചെയ്തിരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വില്ല എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കിച്ചൺ ഇതാണ്. പിന്നെ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള വില്ലയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ അളവനുസരിച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അതുപോലെ തന്നെ നമുക്കും ഇതിനകത്ത് ഫ്രിഡ്ജ് ഉൾപ്പെടുത്താൻ പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു കുക്കിംഗ് റേഞ്ച് ഉണ്ടായിരുന്ന ഭാഗത്താണ് ചെറിയൊരു ഡോറ് ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം കുക്കിംഗ് റേഞ്ചും ഒരു സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ പണിതിട്ടുണ്ടായിരുന്നത്. ഈ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ വർക്ക് ഏരിയ പണിതിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെയാണ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിങ് ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡോറ് പ്ലസ് ഇവിടെയുള്ള എല്ലാ ഈ ഒരു ക്യാബിനറ്റ്സ്, അതുപോലെ ഈ വിൻഡോ എക്സോസ്റ്റ് ഫാനൊക്കെ കൂടി ചേർത്ത് വരുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ മതിലിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഗേറ്റും കൂടി അഡീഷണൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗേറ്റും ഒക്കെ തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഈ ഒരു ഗേറ്റ്, അതുപോലെ സ്ലൈഡിങ് ഡോറ്, വിൻഡോ പ്ലസ് ക്യാബിനറ്റ്സ്, പിന്നെ നമ്മൾ റൂഫിലിടാനുള്ള ആസ്പെറ്റോസ്, അത് ഈ സാൻഡ്വിച്ച് ടൈപ്പ് ആസ്പെറ്റോസ് എന്ന് പറയും. ഈ ഏറ്റവും മുകളിലും ഏറ്റവും അടിഭാഗത്തും ഇങ്ങനെ മെറ്റലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ ഒരു ഇച്ചിരി ചെറിയൊരു ചൂടിന് കുറവുണ്ടാവും ഇങ്ങനെയുള്ള സാൻഡ്വിച്ച് ടൈപ്പ് ഇടുമ്പോഴത്തേക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ആസ്പെറ്റോസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം കൂടി തന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ 6 എന്ന് പറഞ്ഞിട്ട്, അവിടെ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് ഒരുവിധം ബിൽഡിങ്ങിന് ഇപ്പം കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും അതുപോലെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പം മെയിനായിട്ട് നമ്മൾ അവിടെ ഗേറ്റ് വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ക്യാബിനറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും ഒത്തിരി കടകളുണ്ട്, നമുക്ക് പിന്നെ ബാർഗെയിനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാ സാധനങ്ങളും, ഗേറ്റും ആസ്പെറ്റോസ് ഷീറ്റ്, ഡോറ്, വിൻഡോ, എല്ലാ ക്യാബിനറ്റ്സ് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ 2500 ദിറംസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ ഈ താഴെ ഇങ്ങനെ ഒരു 3 ക്യാബിനറ്റ്സ് 6 ഡോറുള്ള അത്രയാണ് ഫിക്സ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് സാധാരണ ഒരു ഫുൾ കിച്ചണിലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ചുവരിൽ ഹാങ് ചെയ്യുന്നതും കൂടി വരുമല്ലോ, അങ്ങനത്തെയും ഒരു 6 ഡോറുള്ള 3 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്കിവിടെ എല്ലാം കൂടി ആവശ്യമില്ലാത്തത് കാരണം ഞാനതിങ്ങനെ സെപ്പറേറ്റ് അവിടെ ഒക്കെ ആയിട്ട് ഇപ്പം ഈ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് ഞാനത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ റൂമിലൊക്കെ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുൾ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ എങ്ങനെ വേണമെങ്കിലും വാങ്ങാം. നമ്മളിപ്പോൾ വാങ്ങിയപ്പോഴത്തേക്ക് അത് ഫുൾ സെറ്റായിട്ടുള്ളത് തന്നെ വാങ്ങിയത്. പിന്നെ ഓരോന്നിൻ്റെ ആയിട്ട് പ്രൈസ് എനിക്കങ്ങനെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്നാലും നമ്മൾ ഈ ഒരു വിൻഡോയ്ക്ക് കൊടുത്തിരുന്നത് 150 ദിറംസാണ്. അതുപോലെ ഈ ഡോറിന് നമ്മൾ 350 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേറ്റിന് 700 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്യാബിനറ്റ്സിൻ്റെ ഫുൾ സെറ്റിന് 650 or 700 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ആസ്പെറ്റോസിന് എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അത് പിന്നെ പുതിയത് തന്നെയാണ്, അവിടെ തന്നെ പുതിയത് വാങ്ങാനുള്ള കടകളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇനി നമുക്കിത് ചെയ്യിക്കാനുള്ള കോസ്റ്റാണ് നോക്കേണ്ടത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ ഫുള്ള് ക്ലോസ് ആയിട്ടുള്ള മതിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിച്ചണിൽ നിന്ന് എളുപ്പത്തിൽ പുറത്തോട്ട് ഇറങ്ങാനും അവിടെ വേണമെങ്കിൽ കുറച്ച് ചെടിയൊക്കെ വെക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് ഫിക്സ് ചെയ്യിപ്പിച്ച്. അപ്പം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കി അവിടെ പുതിയ ഗേറ്റ് ഫിക്സ് ചെയ്യണം. പ്ലസ് പിന്നെ നമ്മുടെ വർക്ക് ഏരിയയ്ക്ക് അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ റൂഫിൽ കുറച്ച് ഇപ്പം ഈ ഒരു മെറ്റലിൻ്റെ കുറച്ചിങ്ങനെ ഈ ഒരു ബാറുകൾ കാണുന്നുണ്ട്. ഇത് ഞങ്ങളിവിടെ ഓൾറെഡി ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെറ്റൽ പോർഷൻ മാത്രം ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ചുവര് കെട്ടൽ, ബ്രിക്ക്, സിമൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ കംപ്ലീറ്റ് വർക്ക് പ്ലസ് സിമൻറ്റ്, ബ്രിക്ക്, ടൈൽസ്, അതുപോലെ ഗേറ്റ് ഫിക്സ് ചെയ്യൽ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് 4500 ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതല്ലാണ്ട് നമുക്ക് കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് വന്നിട്ടുള്ളത് നമ്മളിപ്പം ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കുന്നതിന് കുറച്ച് വയർ കാര്യങ്ങൾ, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ 3 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ ഇടിച്ചിട്ടാണ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സ്റ്റെപ്പ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഈ ഒരു റൂഫിന് മുകളിൽ കാണുന്ന ആ ഒരു ബാംബൂ ഷീറ്റ് നമ്മൾ കുറച്ച് ഷെയ്ഡിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ആ ഫ്രെയിമും അതുപോലെ തന്നെ വെച്ചു. അത് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത്തും ആവും. പിന്നെ നമുക്ക് ആസ്പെറ്റോസ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ അഡീഷണൽ ഫ്രെയിമൊന്നും ചെയ്യേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി സെറ്റാക്കിയിട്ടാണ്
നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡോറും വിൻഡോസും ഒക്കെ തന്നെ നമ്മൾ ഇപ്പം ഈ ഒരു സൈഡിലാണ് ഡോറ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കണക്കാക്കിയിട്ട് ഈ ഒരു ഭാഗത്തെ അളവൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ സ്ലൈഡിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കുറച്ചുകൂടി സ്പേസ് കൂടുതൽ കിട്ടും. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കാക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വർക്ക് ഏരിയ പണിതപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പം ഇവിടെ വാഷ് ചെയ്യുന്ന വെള്ളമെല്ലാം ഡയറക്റ്റ് ആയിട്ട് ചെടികളുടെ കടയ്ക്ക് പോകുന്ന വിധത്തിലാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വിൻ്റർ സമയത്താണ് ഇത് ചെയ്തത്. അപ്പോൾ AC ഒന്നും തൽക്കാലത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇനി സമ്മർ സമയത്ത് എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ടെമ്പററി സെറ്റപ്പ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വർഷം ഇതെങ്ങനെ പോകും എന്ന് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കോസ്റ്റ് മാക്സിമം കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു കോർണർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓൾറെഡി സ്റ്റെപ്പ് ഉള്ളത് കാരണം ഒരു ക്യാബിനറ്റ് മാത്രം കുറച്ചിങ്ങനെ പൊക്കത്തിലും ബാക്കിയുള്ളത് കുറച്ചിങ്ങനെ താഴ്ന്നിട്ടുമാണുള്ളത്. ഇപ്പോൾ ഈ താഴ്ന്നിരിക്കുന്ന ഭാഗം മാത്രമാണ് ചുവരിലോട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സിങ്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ഹൈറ്റിന് എനിക്ക് കുറച്ചും കൂടി പൊക്കത്തിൽ കിട്ടിയ നല്ലതാണ്. അപ്പോഴത്തേക്കും ഈ എല്ലാ ക്യാബിനറ്റ്സും ഒരേ ലെവലിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള പണികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പരീക്ഷണം പോലെ ഞാനും ഹസ്ബൻഡും ഒക്കെ കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പിന്നീട് നമുക്ക് ഇതൊന്ന് പൊളിച്ചിട്ട് ചിലപ്പം കറക്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്ക് സാവധാനത്തിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നീടത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. പക്ഷേ കറണ്ടിൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് എത്ര ദിവസത്തെ പണി ഉണ്ടാവും എന്ന് നോക്കിയിട്ടാണ് അവർ നമുക്ക് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്ര ദിവസം കൊണ്ട് അവർ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും വേറൊരു വലിയ വർക്കൊക്കെ കിട്ടിയിട്ട് അവർക്ക് സമയത്തിന് വരാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് തന്നെ സെറ്റാക്കാവുന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ഓൾറെഡി ചോരിലോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബിനറ്റും സിങ്കും ഒക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഈ ഒരു സ്റ്റെപ്പിന് മുകളിലിരിക്കുന്ന ക്യാബിനറ്റിൻ്റെ അതേ ഹൈറ്റിലോ നമ്മൾക്ക് കട്ട വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മളിങ്ങനെ ഹൈറ്റൊക്കെ ഉയർത്തിയ സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മളിപ്പം ഇതിൻ്റെ താഴത്തെ തട്ടിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ അടിഭാഗത്ത് ബേസ് ഇല്ലാത്തത് കാരണം ഇതിങ്ങനെ താഴ്ന്നു പോവും, അടിഭാഗം പൊളിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു മുന്നേ തന്നെ ആൾക്കാരൊക്കെ പറഞ്ഞത് കാരണം നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അധികം വെയിറ്റുള്ള സാധനങ്ങൾ ഇവിടെ വെക്കാറില്ല. മെയിനായിട്ട് വേണ്ട കുക്കിങ്ങിന് അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ തന്നെ വെക്കാറുള്ളൂ. ബാക്കിയൊക്കെ മെയിൻ കിച്ചണിൽ തന്നെയാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമുക്ക് എപ്പോഴേലും എന്തെങ്കിലും അഡീഷണൽ വർക്ക് വരുന്ന സമയത്ത് ഒന്നിച്ച് നമുക്കിത് ബാക്കിയുള്ള ചെയ്യാനുള്ള ഒരു പ്ലാനും ഉണ്ട്. അത്യാവശ്യം തട്ടിക്കൂട്ടിയിട്ടൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് എല്ലാ ക്യാബിനറ്റ്സും ഒരേ ഹൈറ്റിൽ തന്നെ ലെവലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ടോപ്പിലുള്ള ഈ മാർബിളൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ജോയിൻ്റൊക്കെ നമ്മൾ ഈ ഒരു സിലിക്ക ജെല്ല് മേടിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ് ബേസിനും പ്രത്യേകിച്ച് അങ്ങനെ കണക്ഷൻ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിതിന് പുറത്തേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഹോളിലേക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അതൊക്കെ പിന്നെ ഹസ്ബൻഡ് തന്നെ ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുക ചെയ്തത്. പിന്നെ അന്ന് ആ വീഡിയോ ഇടുന്ന സമയത്ത് കുറേ പേരൊക്കെ ഇതാണോ മോഡുലാർ കിച്ചൺ എന്നൊക്കെ ചോദിച്ചിട്ട് നന്നായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അറിയാം, പ്രത്യേകിച്ച് നമ്മൾ പാർട്ടീഷൻ വില്ലകളിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെയൊക്കെ ചിലപ്പം ജസ്റ്റ് ഒരു സിങ്കും ചിലപ്പം സൈഡിൽ 2 ടൈൽസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പലകയൊക്കെ ഫിക്സ് ചെയ്തിട്ടാവും നമുക്ക് കിച്ചണൊക്കെ കിട്ടുക. അങ്ങനെ ഉള്ളിടത്തൊക്കെ താമസിച്ചിട്ടുള്ളതുകൊണ്ട് എന്തോ നമുക്ക് ഇതൊക്കെ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനൊക്കെ ഏകദേശം നമുക്ക് ഇത്ര തന്നെ ധാരാളമാണ്. മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വർക്ക് ഏരിയ പണിയുന്നതിനുള്ള ടോട്ടൽ കോസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വില്ല എടുക്കുന്ന സമയത്ത് നമ്മളിപ്പം ഗാർഡനിൽ ഫുള്ള് നമുക്ക് ടൈലായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ്, അതുപോലെ കാർ പോർച്ച് സെറ്റ് ചെയ്തതിനുള്ള കോസ്റ്റ് കാര്യങ്ങളൊക്കെ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വർക്ക് ഏരിയയും അതുപോലെ മതിലിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഓപ്പണിംഗ് കൊടുത്തു, അവിടെ ഒരു ഗേറ്റ് ഫിക്സ് ചെയ്തു. ഇതിനെല്ലാം കൂടി ടോട്ടൽ കോസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 7000 ദിർഹംസ് ആണ്. അതിൽ നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് മേടിച്ചത് കൊണ്ടാണ് ഇത്ര കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഗേറ്റിന് 700 ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഗേറ്റും കൂടി ചേർത്തിട്ട് 2500 സാധനങ്ങളുടെ കോസ്റ്റ്, പിന്നെ 4500 പണിക്കൂലിയും, പിന്നെ അവരുടെ ആ ഒരു ടൈൽസിൻ്റെയും ബ്രിക്കിൻ്റെയൊക്കെ കോസ്റ്റ്, അങ്ങനെയാണ് ടോട്ടൽ ഇത്രയും വന്നിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ക്യാബിനറ്റ്സിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബേസ് ഒക്കെ കെട്ടിയിട്ട് അവിടെ ഒന്ന് ഫില്ലൊക്കെ ചെയ്ത് ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു 500 ദിർഹംസ് എന്തായാലും കോസ്റ്റ് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ വർക്ക് വരുന്ന സമയത്ത് നമ്മൾ അതും കൂടി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും അറ്റ് പ്രസൻറ്റ് ഞാനിത് തന്നെയാണ് ഇപ്പം മെയിനായിട്ട് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലം. പിന്നെ മറ്റേ കിച്ചണും ഉണ്ട്, അതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും എനിക്ക് മെയിനായിട്ട് ഇവിടെ പാത്രം കഴിയുമ്പോഴുള്ള വെള്ളം എല്ലാം ചെടികൾക്കൊക്കെ പോകുന്നത് കാരണം എനിക്കിതൊരു വലിയൊരു ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.